ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ അന്നാണ് ഞാൻ ആക്ച്വലി ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. ലേറ്റ് പോസ്റ്റാണ്, അറിയാം. കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഞാൻ 1-2 ദിവസം കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി ഇടാനായിട്ട്. അപ്പോൾ ഈ ഓണം അവതാറിലെ ഒരു തീം, ഒരു വിഷ്വൽ ട്രീറ്റ് കാണാനാണ് ഞങ്ങൾ പോയിരുന്നത്. ഈ ഒരു വീഡിയോ കുറച്ച് ഞാൻ ഫാസ്റ്റാക്കിയാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ബോർ അടിക്കാതിരിക്കാനായിട്ട്. ഓണത്തിൻ്റെ അന്ന് വൈകിട്ട് ആണ് ഞങ്ങൾ പോകുന്നത്. ഉച്ചയ്ക്ക് നല്ല സദ്യയൊക്കെ കഴിച്ചിട്ട് ഞാൻ പോകുന്നുണ്ട്. അപ്പം ഇതിൽ ആക്ച്വലി അവതാർ തീമിൻ്റെ കുറേ കാര്യങ്ങൾ അവർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് കുറേ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തത് മൊത്തം അടച്ചു പൂട്ടിയ ഒരു ഇരുട്ടും പിന്നെ ഭയങ്കര ചൂടായിരുന്നു. ഒരു കൂളറോ എ സിയോ എന്തെങ്കിലും ഒന്ന് വെക്കാമായിരുന്നു. ഫാൻ അവിടെ അവർ ഇട്ടിട്ടുണ്ടെങ്കിലും ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. ആ ഒരു കംഫർട്ട് സോൺ നമുക്കില്ലായിരുന്നു. അല്ലാതെ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ, ആ ലൈറ്റിൻ്റെ ചൂടും എല്ലാം, അടച്ച ചൂടും ഭയങ്കര ആ ഒരു ചൂടിൻ്റെ പ്രോബ്ലം മാത്രമേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒരു കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ട്രീ ഫോമിലുള്ള ഒരു ഷേപ്പ് വെച്ചിട്ട് കുറേ ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ട്, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറേ പേരിങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് തൊടാനും ഇച്ചിരി പേടിയുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, സേഫ് തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. ഈ ഒരു അവതാറിൻ്റെ മെയിൽ ഫീമെയിൽ അവതാർ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ഒരു ഏരിയ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ് കിട്ടിയത്. അപ്പം മോളുടെ 1-2 ഫോട്ടോസ് ചേട്ടൻ എടുത്ത് കൊടുക്കുകയായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ, മഷ്റൂംസ് ആണിത്. അപ്പോൾ മഷ്റൂംസ് ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയായിരുന്നു. അപ്പോൾ നല്ലൊരു തിക്ക് തെർമോക്കോളിൻ്റെ പീസിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഒരു ഡൈനോസറിൻ്റെ പോലത്തെ, അത് തന്നെ ഇങ്ങനെ ഒരു ബാറ്ററി സെറ്റ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ലൈറ്റും ബാറ്ററിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും അതിൻ്റെ തീത്ത് ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് കാണാൻ നല്ലൊരു കൗതുകം നിറഞ്ഞ ഒരു കാഴ്ചയാണിത്. നമ്മൾക്കായിരുന്നാലും പോലും നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല തിരക്കുണ്ടായിരുന്നു. അതിങ്ങനെ ഓപ്പൺ ക്ലോസ് അതിൻ്റെ മൗത്ത് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു തുമ്പി ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബ്യൂട്ടിഫുൾ അറേഞ്ച്ഡ് ആയിരുന്നു. ഇത് ചെയ്തവർക്ക് എന്തായാലും കൺഗ്രാജുലേറ്റ് ചെയ്യണം, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഫാൻ കറങ്ങുന്നത്, ആൾക്കാരൊന്നും ഇല്ലാത്ത സൈഡിലാണ് ഫാൻ കറങ്ങിക്കൊണ്ടിരുന്നത്. ആ ഒരു സങ്കടമായിരുന്നു എനിക്ക്, ബിക്കോസ് ഭയങ്കര ചൂടായിരുന്നു. അത് മാത്രമാണ്, ഈ ലൈറ്റിൻ്റെ ചൂടും മൊത്തം അടച്ചു പൂട്ടി ഉള്ളൊരിത്. അല്ലാതെ ഞാൻ നന്നായിട്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്തു. അങ്ങനെ കുറച്ച് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അടുത്ത സെറ്റിലോട്ട് ഞങ്ങൾ പോവുകയായിരുന്നു. അവിടെയും 1-2 അവതാറിൻ്റെ തീമിൻ്റെ ഒരു ഒരു ഫ്ലെക്സ് പോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 ഫോട്ടോസാണ് ഞാനിത് കാണിക്കുന്നത്. ഇത് ഫുള്ള് ഫിഷ് ടാങ്കിൻ്റെ ഏരിയയാണ്. ഫിഷിൻ്റെ കുറേ ഫിഷസ് ഉണ്ടായിരുന്നു. ഫിഷ് ടാങ്കൊക്കെ അവർ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുള്ളി അറേഞ്ച്ഡ് ആയിരുന്നു. നമുക്കത് കാണാനും കണ്ട് നിൽക്കാനും നന്നായിട്ട് ഇഷ്ടപ്പെടും. അതിൻ്റെ ഒരു ചുറ്റിനുമൊക്കെ ഒരു സ്റ്റോൺ പോലെ തോന്നിക്കുന്ന, പക്ഷേ സ്റ്റോണല്ല, തെർമോക്കോളിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള ഒരു ഫിഷ് ടാങ്കിൻ്റെ ചുറ്റും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോളുടെ ഫോട്ടോസാണ് കൂടുതലും എടുത്തത്. ഞങ്ങൾ എടുത്തിട്ടില്ല. ഞാൻ ആക്ച്വലി ഓണത്തിൻ്റെ സദ്യ ഉണ്ടാക്കിയിട്ട് വീടൊക്കെ ഒതുക്കിയതിന് ശേഷമാണ് നമ്മൾ പോയത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫുൾ ടയേർഡായിരുന്നു എനിക്ക്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നന്നായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മിക്കി മൗസ്, ഡോറ ബുജീര, ഇതൊക്കെ കണ്ടോ, എലി, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കണ്ടോ ഇങ്ങനെ കാണുന്നത്. ഈ എലിൻ്റെ ഇങ്ങനെ അവരെടുത്ത് വെച്ചിരിക്കുന്നത് വെള്ള എലി, അല്ലാതെ നോർമലുള്ള എലി, പിന്നെ കുറേ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു. അല്ലാതെ നോർമലി ഉള്ള ബേർഡ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ ഫ്ലാഷ് ലൈറ്റ് കാണുന്നതുകൊണ്ടാണ് ഈ ബേർഡ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു. നല്ലപോലെ അവർ സേഫ്റ്റി ആയിട്ട് നല്ലപോലെ വെച്ചിട്ടുണ്ടായിരുന്നു അത്. പിന്നെ കുറേ ഞാൻ പറഞ്ഞില്ലേ, കുറേ ഫിഷ് ടാങ്ക്സ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് എൻ്റെ ഫോൺ ഓഫായിപ്പോയി, അതാണ് പറ്റിയത്. പിന്നെ കുറച്ച് ചേട്ടൻ്റെ ഫോണിൽ എടുത്തിട്ട് പിന്നെ അത് ആണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇത് പിന്നെ കുറേ ലവ് ബേർഡ്സിൻ്റെ ആ കേജും അവരുടെ ലൈറ്റിങ്ങും ബ്യൂട്ടിഫുള്ളി അറേഞ്ച്ഡ് ആയിരുന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഗ്രീൻ കളറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലാതെയും കുറേ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു, കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഫർണിച്ചർ ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടോ, കോഴി മുട്ടയിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ബേർഡ്സ്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. മെയിൻലി അവരുടെ അറേഞ്ച്മെൻറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ച് എ സിയോ കൂളറോ അവിടെ ഇവിടെ വെച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഓണത്തിൻ്റെ ദിവസമുള്ള ഒരു ഔട്ടിംഗ് വീഡിയോ ആണിത് എടുത്തിരിക്കുന്നത്. അങ്ങനെ കൂടുതലൊന്നും എടുത്തിട്ടില്ല, സിമ്പിളായിട്ട് കുറച്ച് ഞാൻ എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.